രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒന്നാലോചിച്ച് നമ്മുടെ വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക, പൂക്കൃത്യം കാണിച്ച് റോഡിൽ കൂടെ നടക്കുക. ഈ വിധിയെ ഒന്ന് ആലോചിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചാലും ശരിയാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുക. ഇപ്പോഴും ജയിലില്ല, ജാമ്യമില്ല. അത് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ഒന്നാലോചിച്ച്. പെട്ടുപോയി എനിക്ക് ചിരി വന്നു. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ ചെയ്ത പാപം ഇവൻ കുഴപ്പക്കാരനല്ലെന്ന് പറഞ്ഞതുള്ളതാണ്. അവനകത്ത് കിടക്ക്, നീ ഓടിക്കോളെ. എന്തൊരു കഷ്ടകാല. പൂഞ്ഞാറിലെ മുസ്ലിം സമുദായത്തിനല്ലെന്ന് അങ്ങനെ പറയില്ല കേട്ടോ. ഒരു സമുദായത്തെ അങ്ങനെ കുറ്റപ്പെടുന്ന മര്യാദയില്ല. നിങ്ങളേത് സമുദായം എന്ന് അറിയാവുക അതിന് മറുപടി ഞാൻ പറഞ്ഞേനെ. അത് ചെയ്യരുത്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ് ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രയോ വലിയ സംഭാവന ചെയ്തൊരു സമൂഹമാണ്. കണ്ടിൽ നോക്കാൻ പറ്റുമോ? പക്ഷേ അതിനകത്ത് പുഴുക്കുത്തുണ്ട്. ആ സമുദായത്തിൽ നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ജയിലിൽ കിടക്കുന്നവരില്ലേ? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പ്രതിലോമ ശക്തികളായി വളരുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട്. അത് സത്യമാണ്. അത് എല്ലാ മതത്തിലുമുണ്ട്. ഇവിടെ ഇപ്പം മണിപ്പൂരെടുത്ത ക്രിസ്ത്യാനിയില്ലേ? ഹരിയാനയിലെടുത്ത ഹിന്ദുവില്ലേ? എല്ലാ മതവിഭാഗങ്ങളും ഇതുപോലുള്ള രാജ്യവിരുദ്ധ വിധ്വംസ പ്രവർത്തകനായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. മുസ്ലിം സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഇവരെ ഒറ്റപ്പെടുത്താൻ അവരിതുവരെ തയ്യാറായില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ നിങ്ങളെല്ലാം കൂടെ കുറ്റം പറയുക. എനിക്കിവർ മുസ്ലിങ്ങളായിട്ട് ഇത്രയേറെ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അവരങ്ങനെയുള്ളവരല്ല. ഞാൻ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ എത്രയോ ആയിരം. പക്ഷേ കുഴപ്പക്കാരുണ്ട്. ആ കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അവർ നടപടി സ്വീകരിക്കണം.